ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് അയർലൻഡിൽ വന്നിട്ട് ബസ് കയറാൻ കൺഫ്യൂഷനായി നിൽക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഞാൻ ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്തത്, വഴി അറിയാത്തതുകൊണ്ട്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ബൈ കാർ, ബസ്, വാക്കിംഗ്, ബൈക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാമല്ലോ. അതിൽ ബസ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ബസ് ഏതൊക്കെ ടൈമിലുണ്ടെന്ന് അറിയാൻ നോക്കും. അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്നെ പോലെ ലൊക്കേഷൻ അറിയാതെ ഇങ്ങനെ ഇരിക്കാം. ഞാൻ ബസ്സിൽ കയറുന്നതിന് മുന്നേ അത് സ്റ്റാർട്ടാക്കി വെക്കാൻ മറന്നുപോയി. ആദ്യമായിട്ട് പോണത് കൊണ്ടും വഴി അറിഞ്ഞൂടാത്തത് കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ആദ്യം വേണ്ടത് ലീപ് കാർഡാണ്. ലീപ് കാർഡിനെ പറ്റി വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബസ്സിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ലീപ് കാർഡ് ടാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലീപ് കാർഡ് ഇല്ലാത്തവർ കോയിൻ ഡ്രൈവർ സീറ്റിന് തൊട്ട് ചേർന്നുള്ള ബോക്സിൽ ഇട്ടിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് മേടിക്കാം. ഇതിൽ കാണുന്ന ഈ റെഡ് കളർ ബട്ടണാണ് സ്റ്റോപ്പ് ബട്ടൺ. ഇത് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് കഴിയുമ്പോൾ പ്രസ് ചെയ്യണം. ഇറങ്ങാനുള്ള സ്റ്റോപ്പിന്റെ പേര് പോലും അറിയാതിരുന്നപ്പോൾ ശ്രുതി ചേച്ചി സ്റ്റോപ്പിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ അത് നോക്കിയാണ് ഞാൻ ഇരുന്നത്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ എന്റെ സ്റ്റോപ്പ് എത്തി, പോയ കാര്യമൊന്നും നടന്നില്ല. തിരിച്ചു വരാൻ വീണ്ടും ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തു. ആദ്യമേ ബസ്സിന്റെ ഓപ്ഷൻ എടുത്ത് സ്റ്റാർട്ടാക്കി വെച്ചു. അത് നോക്കി ബസ് സ്റ്റോപ്പിലൂടെ നടന്നു. അവിടെ ഒരു ബോർഡിൽ ബസ് വരാൻ എത്ര മിനിറ്റ് എടുക്കുമെന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ക്യാമറയിൽ ഇത് കിട്ടുന്നില്ല. ചില ബസ് സ്റ്റോപ്പിൽ നോർമൽ ബോർഡായിരിക്കും. ബസ് അങ്ങനെ വന്നു. വീണ്ടും ലീപ് കാർഡ് ടാപ്പ് ചെയ്ത് കയറി. മാപ്പ് നേരത്തെ സ്റ്റാർട്ടാക്കി വെച്ചോണ്ട് ഓക്കെ ആയിരുന്നു. ഇതിൽ ഈ ആരോ മൂവിന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അത് ഓരോ സ്റ്റോപ്പിന് നേരെയാണ് ഈ ആരോ കാണിക്കുന്നത്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അതിന് നേരെ ഈ ആരോ വന്നിരിക്കും. ആ സ്ക്രീൻ കണ്ടോ? ആ സ്ക്രീനിൽ ഓരോ സ്റ്റോപ്പും എത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ എല്ലാ ഷോപ്സിലും ബസ്സിലും ഫ്രീ വൈഫൈ ആണ്. വൈഫൈ കണക്ട് ആക്കിക്കോളൂ ഇഫ് നീഡഡ്. ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഗൂഗിൾ മാപ്പിന് പകരം വേണമെങ്കിൽ TFI ലൈവ് ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റി മാപ്പർ അങ്ങനെയൊക്കെയുള്ള ആപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ബൈ.